വളരെ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കള്ളത്തരങ്ങൾ പറയുന്നത്. ഇത്രയും മീഡിയ കോരേഡ് പറയുന്നത് എന്താണ്? അച്ഛൻ പൊള്ളിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ തെളിവ് വേണോ മറ്റുള്ളവർ? ഇന്നലെ കൊല്ലം പട്ടാഴിയില് 10 വയസ്സുകാരന്റെ അച്ഛൻ തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ച് കുട്ടിയെ വളരെ ഭയങ്കരമായ രീതിയിൽ പൊള്ളലേൽപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ കുട്ടിയെ വെറും 10 വയസ്സ് മാത്രമുള്ള ഈ കുഞ്ഞിനെ സ്വന്തം പിതാവ് തന്നെയാണ് ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ അത്ഭുതത്തോടെ മാത്രം നോക്കിക്കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ കുട്ടിയുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിനെ എതിർക്കുകയാണ്. അതായത് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവിടെ അഡ്മിറ്റ് ആക്കാതെ തിരിച്ചു കൊണ്ടുവരുന്നതും ആശുപത്രി അധികൃതരെ അതിനെ ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്, വിഷ്വൽസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കള് ഇതിനെ ശക്തിയുക്തം എതിർക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് അവനിവിടെ ഇല്ലായിരുന്നു, കുട്ടിക്ക് പൊള്ളലേറ്റതാണ് എന്നുള്ള രീതിയിൽ, അതായത് സ്വാഭാവികമായിട്ടും കുട്ടി പൊള്ളലേറ്റതാണ്, അല്ലാതെ മറ്റുള്ളവർ ഉപദ്രവിച്ചതല്ല എന്നുള്ള രീതിയിൽ കള്ളത്തരങ്ങൾ പറയാണ് കുടുംബാംഗങ്ങൾ. അതെന്തുകൊണ്ടാണ് ഈ കള്ളത്തരങ്ങൾ പറയുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ കൂട്ടുനിൽക്കുന്നത് എന്തിനാണ്? അത് സ്വന്തം കുഞ്ഞിനെ, 10 വയസ്സായ ഒരു കുഞ്ഞിനെ പൊള്ളലേൽപ്പിക്കുക, ക്രൂരമായിട്ട് പൊള്ളലേൽപ്പിച്ച സ്വന്തം പിതാവ് തന്നെയല്ലേ. ഇത്തരം ക്രൂരകൃത്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ? അതുപോലെ 10 വയസ്സായ ഈ കുഞ്ഞിനോട് ചോദിക്കുന്നത്, കുഞ്ഞ് പറയുന്നുണ്ട്, കുഞ്ഞു മീഡിയ കോരേഡ് പറയുന്നത് എന്താണ്? അച്ഛൻ പൊള്ളിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ തെളിവ് വേണോ മറ്റുള്ളവർക്ക്? ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ധാരാളം തെളിവുകളാണ്. കുട്ടിയുടെ മൊഴികൾ കുട്ടിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കുട്ടിയുടെ മൊഴി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു നിയമമോ അതിനപ്പുറം ഒരു തെളിവിന്റെ ആവശ്യമില്ല. വീട്ടുകാരെ എതിർത്തിട്ടോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടോ പ്രതിയെ രക്ഷിക്കാൻ നോക്കിയിട്ടോ കാര്യമില്ല. പ്രതിയോടുള്ള ഭയം മൂലം, അല്ലെങ്കിൽ പ്രതിയെ രക്ഷിക്കാനായിട്ട് ആയാലും ഒരു അമ്മയല്ലേ, മകൻ തെറ്റ് ചെയ്തതിനെ ന്യായീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. മകനാണെങ്കിലും തെറ്റാണ്. ഈ കുട്ടിയുടെ ഇപ്പോൾ ഈ രംഗങ്ങളെല്ലാം പുറത്തു വന്നതുകൊണ്ട് മാത്രം ഈ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു, എന്തോ ഭാഗ്യത്തിന് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് എത്രയോ സംഭവങ്ങൾ ഇതുപോലെ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഇത്രയധികം ഇതുപോലുള്ള കാര്യങ്ങൾ നിരന്തരം കാണുന്നതാണ്. ആ കുട്ടിയുടെ ഒക്കെ മരണത്തിന് ശേഷമാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇന്നലെ നടന്ന ഈ 10 വയസ്സുകാരന്റെ ക്രൂരമായ സ്വന്തം പിതാവിനെ പൊള്ളലേൽപ്പിച്ചത്. കുട്ടിയുടെയും കുടുംബാംഗങ്ങളുടെയും നമുക്കൊക്കെ ഒരു കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ നമുക്ക് സന്തോഷിക്കാം. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരുടെയും കണ്ണുകൾ തുറക്കാൻ ഇതുപോലുള്ള സംഭവങ്ങൾക്ക് കാരണമായി തീരട്ടെ.